ബീഹാറിലെ ബേഗുസാരി എന്ന ഗ്രാമം. ആ ഗ്രാമത്തിൽ കടുത്ത ദാരിദ്ര്യമായിരുന്നു. അവർക്ക് ഏറ്റവും പ്രാധാന്യമായിരുന്നത് രണ്ടു നേരമെങ്കിലും വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നതിലായിരുന്നു. ആ ഗ്രാമത്തിലുള്ളവർ നല്ല സഹകരണ മനോഭാവമുള്ളവരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും എല്ലാവരെ കുറിച്ചും അറിയാം. ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ കൂട്ടുകുടുംബമായിരുന്നു സഡ. കൂട്ടുകുടുംബമാണെങ്കിലും ഇവരൊക്കെ അടുത്തടുത്ത വീടുകളിലായിരുന്നു താമസിച്ചിരുന്നത്. സഡ കുടുംബത്തിലെ കുട്ടികളെല്ലാം വളരെ ഒത്തൊരുമയോടെയാണ് വളർന്നിരുന്നത്. ദാരിദ്ര്യമായിരുന്നുവെങ്കിലും നല്ല സന്തോഷത്തോടെയായിരുന്നു ആ ഗ്രാമവാസികളുടെയും ജീവിതം. പക്ഷെ ഈ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല. ഇവരുടെ കുടുംബത്തിലെ, അതായത് ഈ സഡ കുടുംബത്തിലെ 6 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ ഒരു ദിവസം കാണാതാവുകയാണ്. കുടുംബത്തിലുള്ളവർ എല്ലാവരും ചേർന്ന് ഈ കുട്ടിയെ ഗ്രാമം മുഴുവൻ തിരയുകയാണ്. പക്ഷെ കുട്ടിയെ കണ്ടു കിട്ടുന്നില്ല. ഈ ഒരു കുട്ടിയെ കാണാതാവുന്നതോടെ ബാക്കി കുട്ടികളുടെ അച്ഛനമ്മമാര് അവരുടെ മക്കളെ വിലക്കുകയാണ്. അതായത് ഒരാളെ കാണാതായി, അതുകൊണ്ട് നിങ്ങൾ ആരും വീടിന് പുറത്തേക്കൊന്നും ഇറങ്ങരുതെന്ന്. ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാരും ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ട് ഒഴിഞ്ഞ സ്ഥലങ്ങളും കുളങ്ങളും ഒക്കെ തിരയുവാൻ തുടങ്ങി. പക്ഷെ അവിടെ ഒന്നും ഈ കുട്ടിയെ കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ആ ദിവസം കടന്നു പോകുന്നു. പിറ്റേ ദിവസം രാവിലെ ഈ സഡാ കുടുംബത്തിലെ മൂത്ത ഗൃഹനാഥൻ ഗ്രാമവാസികളോട് പറയുകയാണ്, ഇനി നിങ്ങൾ ആരും കുട്ടിയെ അന്വേഷിക്കണ്ട, ഞങ്ങൾ കുടുംബക്കാർ അന്വേഷിച്ചോളാം. ഗ്രാമവാസികൾ വിചാരിക്കുന്നത് എല്ലാവരും കൂടി അന്വേഷിക്കുന്നത് കണ്ട് വീട്ടിലെ സ്ത്രീകളും ബാക്കി കുട്ടികളും ഭയപ്പെടുമെന്ന് വിചാരിച്ചാണ് ഇയാൾ ഇങ്ങനെ പറയുന്നത് എന്നായിരുന്നു. പക്ഷേ ഈ സഡാ കുടുംബം ഈ കുട്ടിയെ കാണാതായതില് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി പോലും കൊടുക്കുന്നില്ല. പെട്ടെന്ന് രാവിലെ തിരയുന്നവരോട് തിരിച്ചു നിർത്താൻ പറയുന്നതും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാത്തതുമെല്ലാം എന്തോ ഒരു നിഗൂഢത നിങ്ങൾക്കും തോന്നുന്നില്ലേ? കുറച്ചു ദിവസങ്ങള് ഇങ്ങനെ കടന്നുപോയി. ഈ കുടുംബത്തില് വേറൊരു പെൺകുഞ്ഞ് ജനിക്കുകയാണ്. സഡാ കുടുംബത്തിൽ ഇത് വലിയ സന്തോഷമുണ്ടാക്കുന്നു. ഒരു പെൺകുട്ടിയെ ദൈവം കൊണ്ടുപോയപ്പോൾ വേറെ ഒരു പെൺകുട്ടിയെ ദൈവം ഈ കുടുംബത്തിന് തന്നല്ലോ എന്നവർ ആശ്വസിച്ചു. ഗ്രാമവാസികളും ഇവരുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. കുഞ്ഞിന് ഉടുപ്പും കളിപ്പാട്ടങ്ങളും ഒക്കെ വാങ്ങിക്കൊടുത്ത് ഗ്രാമവാസികൾ ഓരോരുത്തരും ഈ കുടുംബത്തിൽ ചെന്ന് കുഞ്ഞിനെ കാണുന്നു. ഈ കുടുംബത്തിന്റെ വയലിലെ ജോലികളൊക്കെ ഗ്രാമത്തിലുള്ളവർ എല്ലാവരും ചേർന്ന് ഇവർക്ക് ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ ആ ഗ്രാമം മുഴുവൻ സന്തോഷിക്കുകയാണ്. പക്ഷെ ആ സന്തോഷവും നിലനിന്നില്ല. 3 മാസം കഴിയുമ്പോൾ ഈ കുഞ്ഞിനെയും കാണാതാവുന്നു. ഈ സംഭവത്തോടെ കുടുംബത്തിലെ മൂത്ത ഗൃഹനാഥൻ സഡാ കുടുംബങ്ങളോട് പറയുകയാണ്, ഈ കുഞ്ഞിനെ കാണാതായത് പുറത്ത് ഗ്രാമവാസികൾ ആരും അറിയരുതെന്ന്. അതുപ്രകാരം കുടുംബത്തിൽ ആരും ഇത് പുറത്തു പറയുന്നില്ല. കുഞ്ഞിന്റെ കരച്ചിലൊന്നും പുറത്ത് കേൾക്കാത്തത് പിന്നീട് ഗ്രാമവാസികൾക്ക് സംശയം തോന്നിക്കുകയാണ്. മാത്രവുമല്ല, ഈ സംഭവത്തിന് ശേഷം ഈ കുടുംബത്തിലെ ആരും പുറത്ത് അധികം ഇറങ്ങാതെയായി. പിന്നീട് അങ്ങോട്ട് സഡാ കുടുംബത്തിലെ ഈ 2 കുഞ്ഞുങ്ങളെ പറ്റിയും ആരും സംസാരിക്കുന്നുമില്ല. അവരവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്തു. 6 മാസം കഴിഞ്ഞപ്പോൾ 3 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെയും അവിടുന്ന് കാണാതാവുകയാണ്. ആ കുഞ്ഞിന്റെ പേര് ഖുഷി. പക്ഷെ ഇത്തവണ സഡാ കുടുംബത്തിൽ നിന്നല്ല, ഗ്രാമത്തിലുള്ള ഒരു കുഞ്ഞിനെയാണ് കാണാതായത്. ഖുഷിയുടെ അമ്മ ദേവി ഖുഷിയെ നഴ്സറിയിൽ കൊണ്ടാക്കിയിട്ട് ജോലിക്ക് പോകുമായിരുന്നു. തിരിച്ച് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഈ കുഞ്ഞിനെയും നഴ്സറിയിൽ നിന്ന് വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകും. പക്ഷേ 2007 ദേവി കുഞ്ഞിനെ വിളിക്കാൻ നഴ്സറിയിൽ ചെല്ലുമ്പോൾ ഗേറ്റിനടുത്ത് കുഞ്ഞിനെ കാണുന്നില്ല. ദേവി ആകെ പരിഭ്രമിക്കുന്നു. ഇനി സഡാ കുടുംബത്തിലെ കുട്ടിയെ കാണാതായതുപോലെ തന്റെ കുഞ്ഞിനെയും കാണാതായതാണോ എന്നാണ് ദേവിയുടെ ചിന്ത മുഴുവൻ. സഡാ കുടുംബം കുട്ടിയെ അന്വേഷിക്കണ്ട എന്ന് ഗ്രാമവാസികളോട് പറഞ്ഞതുപോലെ അല്ല ദേവി ചെയ്യുന്നത്. എല്ലാവരും കൂടി തന്റെ കുട്ടിയെ അന്വേഷിക്കൂ എന്ന് അവൾ ഗ്രാമത്തിലുള്ളവരോട് അഭ്യർത്ഥിച്ചു. ആ ഗ്രാമത്തിലുള്ളവർ എല്ലാവരും ചേർന്ന് ഗ്രാമത്തിനകത്തും ഗ്രാമത്തിന് പുറത്തും അന്വേഷണം തുടങ്ങി. ഈ വാർത്ത അറിഞ്ഞ് ഗ്രാമത്തിന് പുറത്തുള്ള ഗ്രാമക്കാരും ഇങ്ങോട്ട് വന്ന് അന്വേഷിക്കുവാൻ തുടങ്ങി. എന്നിട്ടും ആർക്കും ഖുഷിയെ കിട്ടുന്നില്ല. ദേവിക്ക് ഇങ്ങനെ അന്വേഷിച്ചിട്ട് കാര്യമില്ല, ഇത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് തോന്നുകയും അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്യുന്നു. 3 വയസ്സുള്ള കുട്ടി ആയതുകൊണ്ട് തന്നെ പോലീസ് വേഗത്തിൽ ബെഗുസാരി ഗ്രാമത്തിലേക്ക് വന്നു. അവിടെ വന്ന് അന്വേഷിച്ചപ്പോഴാണ് പോലീസിന് മനസ്സിലാകുന്നത് ഖുഷിയെ അല്ല ആദ്യമായിട്ട് ഇവിടുന്ന് കാണാതാകുന്നത്, സഡാ കുടുംബത്തിലെ 2 കുട്ടികളും മിസ്സിംഗ് ആണെന്ന്. പോലീസ് സഡാ കുടുംബത്തിൽ എത്തുകയാണ്.
സടാ കുടുംബത്തിലുള്ളവരോട് പോലീസ് ചോദിക്കുകയാണ്, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും 2 കുഞ്ഞുങ്ങളെയാണ് കാണാതായത്, എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല? അപ്പോ മൂത്ത ഗൃഹനാഥൻ പറയുന്നത്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും 2 കുട്ടികളെ കാണാതായി എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തിനെ അന്തസ്സിനെ ബാധിക്കുമെന്ന് ഓർത്തിട്ടാണ് പറയാതിരുന്നതെന്ന്. ഖുഷിയെ പറ്റി ചോദിച്ചപ്പോൾ സടാ കുടുംബത്തിലെ ആരും ഒന്നും മിണ്ടുന്നില്ല. ഇത് പോലീസിന് സംശയം തോന്നിക്കുകയാണ്. ആ സമയത്ത് സടാ കുടുംബത്തിലെ ഒരംഗത്തിന്റെ വീട്ടിൽ നിന്നും ഒരു സ്ത്രീയുടെ ഒച്ച പോലീസ് കേൾക്കുന്നു. പോലീസ് ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ സ്ത്രീ അവരുടെ 8 വയസ്സായ മകന്റെ കൈ പിടിച്ച് പോലീസിനെ മുന്നിൽ നിർത്തിയിട്ട് പറയുകയാണ്, ഇവനോട് ചോദിക്കൂ സാർ, ഇവന് മാത്രമേ ഖുഷിയെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റൂ. ഈ പയ്യന്റെ പേര് അമർജിത്ത് എന്നായിരുന്നു. ഈ പയ്യനോട് പോലീസ് ഖുഷിയെ പറ്റി ചോദിക്കുകയാണ്. അപ്പോൾ ഇവൻ മറുപടി പറയാതെ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. ഇവനോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് കരുതി പോലീസ് തിരിഞ്ഞു നടന്നപ്പോൾ പിന്നിൽ നിന്നും ഇവൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് 1 കവർ ബിസ്ക്കറ്റ് വാങ്ങി തന്നാൽ ഖുഷിയെ പറ്റി ഞാൻ എല്ലാം പറഞ്ഞു തരാം. ഇത് കേട്ട് പോലീസ് ഇവന്റെ അരികിലേക്ക് വന്നു. എന്നിട്ട് ഇവന് 1 കവർ ബിസ്ക്കറ്റും വാങ്ങി നൽകി. അത് മുഴുവൻ കഴിച്ച ശേഷം ഇവൻ പറയുകയാണ്, ഞാൻ കാണിച്ചു തരാം ഖുഷി എവിടെയാണെന്ന്. അങ്ങനെ പോലീസ് അമർജിത്തിന്റെ പിന്നാലെ പോവുകയാണ്. അമർജിത്ത് ഗ്രാമത്തിലെ ഒരു ഗ്രൗണ്ടിലേക്കാണ് പോയത്. ആ ഗ്രൗണ്ടില് ഒരു ഭാഗത്ത് കുറച്ച് പുല്ലുകൾ വാരി കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ആ പുല്ല് ചൂണ്ടിക്കാണിച്ച് ഇവൻ പറഞ്ഞു, ഇവിടെയാണ് ഖുഷി. പോലീസ് പുല്ല് മാറ്റി നോക്കിയപ്പോ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഖുഷിയുടെ ശരീരമാണ് കണ്ടത്. പോലീസിന് ആകെ നിഗൂഢത തോന്നി. ഈ 8 വയസ്സുള്ള ഈ പയ്യൻ എങ്ങനെ ഇവിടെ ഖുഷിയുണ്ടെന്ന് മനസ്സിലായി? പോലീസ് അവനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു പ്രത്യേക മുറിയിൽ ഇരുത്തി അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇവൻ ചോദിച്ചതിനൊന്നും മറുപടി പറഞ്ഞില്ല. പോലീസ് പേടിപ്പിച്ചൊക്കെ ഇവനെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കി. ഇവൻ വാ തുറക്കുന്നില്ല, പകരം പൊട്ടിച്ചിരിച്ചുകൊണ്ടിരുന്നു. അവസാനം അപേക്ഷിച്ചു നോക്കി. അപ്പോൾ അവൻ പറഞ്ഞു, 1 കവർ ബിസ്ക്കറ്റും കൂടി വാങ്ങി തന്നാൽ ഞാൻ എല്ലാം പറയാം. വീണ്ടും പോലീസ് ബിസ്ക്കറ്റ് വാങ്ങി കൊടുത്തു. അത് മുഴുവൻ കഴിച്ചിട്ട് ഇവൻ പറഞ്ഞത്, ഞാനാണ് ഖുഷിയെ ഉറക്കിയതെന്നായിരുന്നു. കൊന്നു എന്ന് പറയുന്നതിന് പകരം ഇവൻ ഉറക്കിയെന്നാണ് പറഞ്ഞത്. പോലീസ് പറയുന്നത്, നഴ്സറിയുടെ ഗേറ്റിനടുത്ത് അമ്മയെ കാത്തു നിന്ന ഖുഷിയെ അമർജിത്ത് ഗ്രൗണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ വെച്ച് ഖുഷിയുടെ കഴുത്ത് ഞെരിക്കുകയും കുട്ടി താഴെ വീഴുകയും ചെയ്യുന്നു. ഇത് കണ്ടിട്ടും അമർജിത്തിന് സംതൃപ്തി തോന്നുന്നില്ല. ഉടനെ അവിടെ കിടന്ന ഒരു ചുടുകല്ലെടുത്ത് ഇവൻ ഖുഷിയുടെ തലയിലും ദേഹത്തും പലതവണ അടിക്കുന്നു. ഖുഷി നിലവിളിച്ചിട്ടും ഈ അടിക്കുന്നത് ഇവൻ നിർത്തിയില്ല. ഒടുവിൽ ഖുഷി മരിക്കുന്നു. ഇതെല്ലാം പോലീസിനോട് ഇവൻ തുറന്നു പറഞ്ഞിട്ടും യാതൊരു പേടിയോ കുറ്റബോധമോ അമർജിത്തിന് ഇല്ലായിരുന്നു. ഉടൻ തന്നെ പോലീസ് സടാ കുടുംബത്തിന് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. അവരോട് ഇവനാണോ ബാക്കി 2 കുട്ടികളെയും കൊന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് ആ ഗൃഹനാഥൻ പറയുന്നത്, അതെ, ഇവനാണ് ഖുഷിയെ കൊന്നതുപോലെ മറ്റു 2 കുട്ടികളെയും കൊന്നതെന്ന്. പോലീസ് പറയുന്നത്, ഈ സടാ കുടുംബത്തിലെ മൂത്ത ഗൃഹനാഥന്റെ മകനാണ് അമർജിത്ത്. ആദ്യം കാണാതെ പോയ 6 വയസ്സുള്ള കുട്ടിയെ അമർജിത്താണ് കൊന്നതെന്ന് അന്ന് രാത്രി തന്നെ കുടുംബാംഗങ്ങൾ കണ്ടുപിടിച്ചിരുന്നു. അന്ന് ഇവന് 7 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അപ്പൊ ഇത് പുറം ലോകം അറിഞ്ഞാല് ഇവന്റെ ഭാവി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ആ സത്യം മൂടി വെച്ചത്. ഇതുപോലെയാണ് ഇവൻ 3 മാസം പ്രായമായ കുഞ്ഞിനെയും കൊന്നത്. പക്ഷെ ഖുഷിയുടെ കൊലപാതകത്തോടെ അമജിത്തിന്റെ അച്ഛനമ്മമാർ പേടിക്കുകയാണ്. ഇനിയും ഖുഷിയെ പോലെ ഒരു കുട്ടിയും മരിക്കാൻ ഇടയാവരുത് എന്ന് തീരുമാനിച്ചിട്ടാണ് അവന്റെ അമ്മ മകനെ പോലീസിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. സത്യങ്ങൾ മറച്ചു വെച്ചതിന് സടാ കുടുംബത്തിനെതിരെ പോലീസ് കേസെടുക്കുന്നു. 8 വയസ്സ് പ്രായമായതുകൊണ്ട് അമർജിത്തിനെ ജുവനൈൽ ഹോമിൽ പ്രത്യേക സെല്ലിൽ നിരീക്ഷണത്തിൽ പാർപ്പിക്കുകയാണ് ചെയ്തത്. കോടതി ഇവന് വേണ്ടിയിട്ട് സൈക്കാട്രിസ്റ്റിനെയും അതുപോലെ മനുഷ്യ സ്വഭാവ വിദഗ്ധന്മാരെയും ഒക്കെ നിയോഗിക്കുകയാണ്. ഇവരെയൊക്കെ കോടതി നിയോഗിച്ചത് എന്തെന്നാല്, ഇവൻ എന്ത് കാരണം കൊണ്ടാണ് ഈ കുട്ടികളെയൊക്കെ കൊന്നത്, ഇതിനുള്ള പ്രചോദനം ഇവൻ എവിടുന്ന് കിട്ടി എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. കാരണം പാവപ്പെട്ട കുടുംബമായതുകൊണ്ട് തന്നെ ടിവിയോ പത്രമോ ഒന്നും അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ എന്തിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടാണ് ഈ 8 വയസ്സുകാരൻ ഈ ക്രൂര കൃത്യങ്ങളൊക്കെ ചെയ്തതെന്ന് ആർക്കും അറിയില്ല. സൈക്കാട്രിസ്റ്റുകൾ പറയുന്നത്, ഓരോ കുട്ടിയെയും കഴുത്ത് ഞെരിച്ച് കൊല്ലുമ്പോഴും ഇവന് സംതൃപ്തി കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് ഇവൻ ചുടുകല്ലുകൊണ്ട് അവരെ ആഞ്ഞാഞ്ഞ് ആക്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ കരച്ചില് ഇവന്റെ മനസ്സിൽ കൂടുതൽ സന്തോഷം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ നിർത്താതെ ഇവൻ ഈ ചുടുകല്ലുകൊണ്ട് അടിച്ചുകൊണ്ടിരുന്നു.
ഇതുവരെയും ഒരു വിദഗ്ധന്മാർക്കും ഇവൻ ഇത് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നുവെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അമർജിത്ത് അത് വെളിപ്പെടുത്തിയിട്ടും ഇല്ലായിരുന്നു. 2016 ശിക്ഷ കഴിഞ്ഞ് അമർജിത്ത് ജയിൽ മോചിതനായി. അപ്പോൾ അവന് വയസ്സ് 18 ആയിരുന്നു. അമർജിത്ത് മുഴുവനായിട്ട് റിക്കവർ ആയതുകൊണ്ട് കോടതി ഇവന്റെ മുന്നോട്ടുള്ള ഭാവി പരിഗണിച്ച് പുതിയ പേരും മേൽവിലാസവും നൽകി പുതിയ ഒരു സിറ്റിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഇപ്പോഴും അവൻ വേറൊരു പേരിൽ വേറൊരു നഗരത്തിൽ താമസിക്കുകയാണ്. അമർജിത്ത് എന്ന ആ പയ്യൻ ഇന്ന് ഏത് സിറ്റിയിലാണെന്നോ അവന്റെ പുതിയ പേരെന്താണെന്നോ അവൻ കാണാൻ എങ്ങനെയാണെന്നോ ഒന്നും ആർക്കും അറിയില്ല. ഈ കഥയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമന്റ് ചെയ്യൂ. ഇനിയും പുതിയ കഥയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.